മാർക്കറ്റിൽ മാർക്കറ്റുണ്ടായിരുന്ന പഴയ മാർക്കറ്റൊക്കെ ഇടിച്ച് പൊളിച്ചെല്ലാം മാറ്റിയിട്ടുണ്ട്. ഒന്നുമില്ല. നമുക്ക് ഉണക്കമീനോ എല്ലാം ഉണ്ടോ നോക്കാം. എന്തായാലും കടൽക്ഷോഭമായതുകൊണ്ട് കഷ്ടമീനൊക്കെ ഇവിടുത്തെ മീൻ മാർക്കറ്റ് താഴെ താഴ്ചയിലാണ് പറയുന്നത്. നമുക്ക് അറിഞ്ഞൂടായിരുന്നു. നമ്മളിവിടെ വന്നപ്പോൾ ഇതെല്ലാം ഇടിച്ച് പൊളിച്ചിരിക്കുന്നത് കൊണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. താഴെ മീൻ മാർക്കറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. എത്രയാണ് ചെയ്തത്? മീനുകളില്ല. ചതഞ്ഞതാണ്. ഇവിടെ ഒരു പള്ളിയുണ്ട് ഈ സൈഡിൽ. പാളയം
പാളയത്തൊക്കെ നല്ല മഴയാണ്. തോന്നുന്നു മഴ പെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് തോന്നിയിരിക്കുന്നു അല്ലേ? ഇനി നമ്മൾ കൂട്ടാനടുത്ത് നമ്മൾ തിരിച്ച് അപ്പുറത്തെ സൈഡിൽ കൂടി കറങ്ങി വരും. എന്നിട്ട് അങ്ങനെ കറങ്ങി നമ്മൾ വീട്ടിലോട്ട് പോകും. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തൈക്കാട് ആശുപത്രി, ജനറൽ ആശുപത്രി, ജനറൽ ആശുപത്രി. നമ്മൾ പോകുന്നത് വീണ്ടും തിരിച്ച് പാളയത്തിൻ്റെ അങ്ങോട്ട് തന്നെയാണ് വീട്ടിൽ നമ്മൾ പോകുന്നത്. എന്താണ് തുരക്കത്തിനകത്തൂടെ പോവുകയാണ് അടുത്ത്. ഇത്രയും പാളയം തുരങ്കമാണ് അല്ലേ? നമ്മൾ തുരങ്കത്തിനകത്തൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിനി നേരെ പതിയെ തമ്പാനൂർ. നമ്മൾ ഇടത്ത സൈഡ് സൈഡിലോട്ട് പോകുന്നു. ഇടത്തെ സൈഡ് ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നന്ദാവനം, നേരെ പോയാൽ വഴുതക്കാട്, വലത്തോട്ട് പോയി കഴിഞ്ഞാൽ തമ്പാനൂർ, നേരെ പോയാൽ തമ്പാനൂർ. നമ്മൾ ഇടത്തോട്ടാണ് പോകുന്നത്. നമുക്ക് ഇടത്തോട്ട് പോയാൽ മതി. ഇവിടെ നല്ല ഒരു ഫുഡിൻ്റെ കടയുണ്ട്. നമ്മൾ നന്ദാവനം എത്തി. ഇവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. നല്ലൊരു ചായക്കട, ലോട്ടറിക്കട, അപ്പുറത്തൊരു ഊണുകട. നമ്മൾ മീശത്തോട്ട് എത്തുന്നു. നന്ദാവനത്ത് നിന്ന് മീശത്തോട്ട് നമ്മൾ പോവുകയാണ്. മീശത്തിൻ്റെ മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ സിഗ്നലിൽ നമ്മളെത്തി അല്ലേ? ഇനി അടുത്ത് പോകുന്നത് നമ്മൾ കനകക്കുന്നിന്റെ സൈഡിൽ കൂടിയുള്ള റോഡ്. കുപ്പിവെള്ളം വണ്ടി. മ്യൂസിയത്തെ അടുത്തോട്ട് ഇത് മ്യൂസിയം പോലീസ് സ്റ്റേഷനാണ്. നന്ദാവനമല്ല, നമ്മൾ കനകക്കുന്നിലേക്ക് വെള്ളയമ്പലത്തോട്ട് പോകുന്ന റോഡിലേക്ക് പോവാണ്. കനകക്കുന്ന് ഇതാണ്, ഈ ഇടത്ത സൈഡ് കനകക്കുന്ന്. അതാണ് കനകക്കുന്ന്. എല്ലാം മഴ പെയ്തെല്ലാം നനഞ്ഞ് റെഡിയായി കിടക്കുകയാണ്. റോഡ് എല്ലാം മൊത്തത്തിൽ മഴ, ഫുൾ മഴ ഇല്ലേ? ഇവിടെ ഒരു പെട്രോൾ പമ്പാണ്. നമുക്ക് എന്തായാലും ഇവിടെ ഒരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചിട്ട് പോവാം. ഇവർ മാത്രം നിർത്തത്തില്ല, അതിനകത്തമാര് നിർത്തത്തില്ല. വലത്തോട്ട് പോയി കഴിഞ്ഞാൽ വഴുതക്കാട്, വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ കവടിയാർ പോകുന്ന വഴിയും സാസമംഗലം പോകുന്ന വഴിയും പോവുകയാണ്. പിന്നെ വലത്തോട്ട് വട്ടിയൂർക്കാവ് വഴി പോകുന്നത്. അവിടുന്ന് യൂട്ടാനെടുത്ത് കഴിഞ്ഞാൽ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ വഴുതക്കാട്. ഇവിടെ വഴുതക്കാടൊന്നും പോകണ്ട, നമുക്കിപ്പോൾ വട്ടിയൂർക്കാവോട്ടാണ് പോകുന്നത്. നമ്മൾ പതിയെ ഫ്രണ്ടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് സാസമംഗലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ സിഗ്നൽ കടന്ന് ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. വലത്തോട്ട് പോയി കഴിഞ്ഞാൽ വഴുതക്കാട് പോകുക റോഡ്. നമ്മൾ ഇടത്തോട്ടുള്ള റോഡാണ്, വട്ടിയൂർക്കാവ് പോകുന്ന റോഡ്. വെള്ളയമ്പലം സിറ്റി. വെള്ളയമ്പലം സിറ്റിയിൽ നമ്മൾ പോകുന്നുണ്ട്. കേക്കാം, കേക്ക് കട. ലൈവായിട്ട് കേക്ക് ഉണ്ടാക്കി
വൈകിട്ടായി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഫുഡിൻ്റെ വണ്ടികൾ വന്ന് നിറച്ച് കിടക്കും. ഇല്ലേ, ഈ സൈഡിൽ വലത്തെ ഇടത്തെ സൈഡിൽ ഇതൊക്കെ മൊത്തം വണ്ടിയായിരിക്കും ഇല്ലേ. നമ്മൾ ശാസ്ത്രങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സഞ്ചരിച്ചുകൊണ്ടിരിക്കും. വഴിയിലെല്ലാം നിറച്ചും വണ്ടികൾ. മഴ പെയ്ത് തീർന്നതേ ഉള്ളൂ ഇപ്പം അല്ലേ. നമ്മൾ ശാസ്താമംഗലം റോഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്താമംഗലം ഈ ആല് കാണുന്നത് ശാസ്താമംഗലമാണ്. ഇനി നമ്മൾ ശാസ്താമംഗലത്ത് വട്ടിയൂർക്കാവിലേക്ക് പോകുന്ന റോഡിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ കുറവങ്കോണം പേരൂർക്കട അങ്ങോട്ടൊക്കെ പോകും. വലത്തോട്ട് പോയി കഴിഞ്ഞാൽ പാങ്ങോട് വലത്തോട്ടുള്ള റോഡാണ്. ശാസ്താമംഗലം ജംഗ്ഷൻ എത്തി. ശാസ്താമംഗലം ജംഗ്ഷനിൽ നിന്ന് മരുന്നൻകുഴി പോകുന്ന റോഡാണ്. അവിടെ പുതിയൊരു ഫ്ലാറ്റ് ചെയ്യുന്നുണ്ട്. വേണ്ട, പുതിയ ഫ്ലാറ്റ് പണി തീർന്നില്ല, പണി നടന്നുകൊണ്ടിരിക്കുന്നു. മരുന്നൻകുഴി വലത്തെ സൈഡിലാണ് ആശുപത്രി. ഏതാശുപത്രിയാണ്? ശാസ്താമംഗലം ആശുപത്രി അല്ലേ. ശാസ്താമംഗലം ആശുപത്രിയാണ് വലത്തെ സൈഡിൽ. ഇപ്പം നമ്മൾ പോകുന്നത് മരുന്നൻകുഴി പാലം, പുതിയ പാലത്തിൻ്റെ മുകളിൽ കൂടി പോകുന്നത്. അവിടെ ഒരു ഫ്ലാറ്റ് ചെയ്യുന്നുണ്ട്. ഇടത്തെ സൈഡിൽ ഫ്ലാറ്റ് പണിയുന്നുണ്ട്. ആറ്റിക്കുഴിയൊക്കെ നല്ല വെള്ളമാണ്. മരുന്നൻകുഴി ആറാണ്. മരുന്നൻകുഴി ആറ്റിക്കുഴിയൊക്കെ നല്ല വെള്ളമാണ്. നേരെ പോയി കഴിഞ്ഞാൽ വട്ടിയൂർക്കാവിലോട്ടും പോകാം. ഇടത്തോട്ട് കയറി കഴിഞ്ഞാൽ PTPയിലോട്ട് നേരെ പോയി കഴിഞ്ഞാൽ PTPയിലോട്ടും പോവാം. ജംഗ്ഷൻ്റെ അടുത്തുള്ള പുതിയ പാലത്തിൻ്റെ അടുത്തുള്ള കാഴ്ച. മാങ്ങ, ആപ്പിൾ, അവിടെ പൈനാപ്പിൾ, മാങ്ങയൊക്കെ ഇരിപ്പുണ്ട്. പോകുന്നത് PTPയിലേക്ക് പോകും. തിരുമലയൊക്കെ പോകാം. PTP വഴി പേയാട് അങ്ങനെയൊക്കെ പോകാം. ഇപ്പോൾ നമ്മൾ കാച്ചാണി, പുളിയിറക്കണം, കൊലശേഖരം അങ്ങനെയൊക്കെ പോകുന്ന റോഡാണ് ഇത് റോഡ്. അപ്പോൾ ഉണക്കമീൻ കറി, വാള, ഉണക്കമീൻ കറി വച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബാക്കിയുള്ളതൊന്നും കാണിക്കാൻ പറ്റിയില്ല. മരിച്ചിരിയുണ്ട്. മരിച്ചിന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ്. വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ തിളപ്പ് മതി. മരിച്ചിനെയും ഉണക്കമീൻ കറി, കപ്പയും അടുത്തൊരു വീഡിയോയുമായി നാളെ നമുക്ക് വീണ്ടും കാണാം.